ഓണത്തിന് പൂക്കളമൊരുക്കാൻ നന്നമ്പ്രയിലെ ചെണ്ടുമല്ലി പൂക്കളും. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 14 വാർഡിൽ നിറപൊലിമ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. വെള്ളിയാംപുറം അമ്പലപ്പടിയിലാണ് 10 സെന്റ് സ്ഥലത്ത് കൃഷി നടത്തിയത്. ഓർക്കിഡ് JLG അംഗങ്ങളായ ഷൈനി, സൗമ്യ, ഗീത, വിജിത എന്നിവർ ചേർന്നാണ് കൃഷി നടത്തിയത്. ആദ്യഘട്ടമായാണ് 10 സെന്റിൽ കൃഷി നടത്തിയത്. വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പച്ചായി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജാഫർ പനയത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK സൗധ മരിക്കാരുട്ടി, ബ്ലോക്ക് മെമ്പർ ഷാഫി പൂക്കയിൽ, സെക്രട്ടറി OK പ്രേമരാജൻ, CDS പ്രസിഡന്റ് K ഷൈനി, അക്രി CRP നുസൈമ എന്നിവർ പ്രസംഗിച്ചു. മുൻ വാർഡ് മെമ്പർ MP ഷെരീഫ, പഞ്ചായത്ത് മെമ്പർ MP സുഹറ ഇസ്മായിൽ, CDS അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത വർഷം കൃഷി കൂടുതൽ വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഈ സംരംഭകരെ പ്രതിനിധിക്കുകയാണ്. അടുത്ത വർഷങ്ങളിലെ എല്ലാ സീസണിലും എല്ലാ വാർഡുകളിലുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതിനൊരു പൈലറ്റ് പ്രോജക്റ്റ് ഇവിടെയാണ് ആരംഭിച്ചത്. ജാഫർ മെമ്പറെ മുൻകൈയിലാണ് ആ സംഗതി നടന്നത്. ഒപ്പം തന്നെ കുടുംബശ്രീയുടെ മുഴുവൻ അംഗങ്ങളും ഒന്നു ചേർന്ന് ഇതിനോടൊപ്പം നിന്നു. ഇതിൻ്റെ വിത്ത് നടിൽ പ്രോഗ്രാമിനും ഇതുവരെ ഞങ്ങളിവിടെ എത്തിയിരുന്നു. ഏതായാലും ഇതിൻ്റെ പിറകിൽ വലിയ പ്രയത്നമുണ്ട്, അത് ചെറുതായി കാണുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ വെള്ളിയാമ്പ്രം 14 വാർഡില് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംയുക്തമായിട്ട് 4 സംരംഭകരിലെ സംഘകൃഷിക്കാരാണ് നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പച്ചായി മൊയ്തീൻകുട്ടി മാഷും അതുപോലെ തന്നെ സെക്രട്ടറി, ബ്ലോക്ക് മെമ്പർ, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ CDS പ്രസിഡന്റ് ഉണ്ട്. എല്ലാവരും സംയുക്തമായിട്ടാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൻ്റെ ഉദ്ഘാടനത്തിന് ജനപ്രതിനിധികളും പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു തുടക്കമാണ്. ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അടുത്ത വർഷം അതിവിപുലമായിട്ട് ഇത് നടത്താനുള്ള തീരുമാനമാണ് ബഹുമാനപ്പെട്ട ബോർഡിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. ഇതൊരു മാതൃകാപരമാണ്. നമ്മളെ എല്ലാ വാർഡിലും വികസിച്ചെടുക്കണം. അടുത്ത വർഷങ്ങളിലെ ഓണപ്പൂക്കളം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ആവണമെന്ന് ആണ് ഇവിടെ പറയാനുള്ളത്. എല്ലാ JLG ഗ്രൂപ്പുകളും ഇത് ഏറ്റെടുത്ത് നമ്മുടെ വാർഡുകളിൽ എല്ലായിടത്തും ചെയ്ത് ഓണത്തിന് എല്ലാ പൂക്കളും, ഈ മല്ലിക മാത്രമല്ല പലതരം പൂക്കളും നമുക്ക് ഉണ്ടാക്കി നമ്മുടെ നാടുകളിൽ വിൽപ്പന നടത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ JLG ഗ്രൂപ്പിന് എല്ലാവിധ അഭിനന്ദനവും നേരുന്നു. ഇതൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. വിളവെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷമാണ്. പ്രത്യേകിച്ചും ഈ ചെണ്ടുമല്ലി കൃഷി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഓണക്കാലത്ത് നമ്മൾ പൂക്കളമിടുന്നതിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന പൂവിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ സ്വന്തമായിട്ട് പൂ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ളൊരു ശ്രമം നടത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംരംഭമായിട്ടല്ലെങ്കിലും ചെറുതായിട്ട് വലിയൊരു സംരംഭത്തിന് നാന്ദി കുറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു കൃഷിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓർക്കിഡ് കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളിലെ സംഘാംഗങ്ങളെയും CDS ചെയർപേഴ്സണെയും അതുപോലെ തന്നെ ഇതിന് മുൻകൈയെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗം ശ്രീ ജാഫർ അവർകളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നമുക്ക് വരും വർഷങ്ങളിൽ ഇത് കൂടുതലായിട്ട് വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വാർഡുകളിലും തന്നെ ഇതുപോലുള്ള പൂക്കൃഷി ആരംഭിക്കുകയും നമ്മുടെ പ്രദേശത്തേക്ക് ആവശ്യമായ പൂക്കൾ ചെറിയൊരളവിലെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്യാം. ഏതായാലും ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ്. കൂടുതൽ ആളുകൾ വന്ന് കാണാനും ഇത് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് വ്യാപിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ആദ്യമായി ഇവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ വരും കാലങ്ങളിൽ ഒരു ചെണ്ടുമല്ലി കൃഷിയുടെ ഒരു സംരംഭമായി നമുക്ക് എല്ലാ വാർഡുകളിലും മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഓണാശംസകൾ കൂടി അർപ്പിക്കുക. ആഗ്രഹമായിരുന്നു നന്നമ്പ്രയിൽ ഓരോ പഞ്ചായത്തിലും ചെണ്ടുമല്ലി കൃഷി കാണുമ്പോൾ കഴിഞ്ഞ വർഷമേ ഞങ്ങൾ പ്ലാൻ എന്തായാലും ഈ പ്രാവശ്യം ഏറ്റെടുത്ത് നടത്താൻ JLG ഗ്രൂപ്പ് മുന്നോട്ട് വന്ന് അത് ഞങ്ങൾക്ക് വളരെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ തുടക്കം മുതലേ ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളെ തുടർന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി
സപ്പോർട്ട് ചെയ്യുന്ന സെക്രട്ടറിനെയും കൂടെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഇനി അടുത്ത ഇതിൽ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ കുറഞ്ഞതിൽ തുടക്കമായതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അടുത്ത പ്രാവശ്യം എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. വെള്ളിയാമ്പറല്ലേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഓണനാളുകളെ ഐശ്വര്യപൂർണ്ണമാക്കാൻ തൂബ ജ്വല്ലറി ഒരുക്കുന്നു മംഗല്യോണം. ഇനി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. പണിക്കൂലി വെറും 2.5% മുതൽ. ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ സ്വർണോത്സവത്തിന്റെ ഭാഗമായി 1ാം സമ്മാനമായി ബലേനോ കാർ സ്വന്തമാക്കൂ. നറുക്കെടുപ്പിലൂടെ മറ്റനവധി സമ്മാനങ്ങളും. ഓഫറുകൾ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ മാത്രം. ഇന്നു തന്നെ നമ്മുടെ തൂബ ജ്വല്ലറി സന്ദർശിക്കൂ.